ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഹെൽപ്പ് ചെയ്തല്ല, എന്നോടും പൈസ വെച്ചിട്ടുണ്ട്, അത് ഞാൻ പൈസ കൊടുത്തിട്ടില്ല. ഓക്കെ. എന്നോട് ഈ രേഷ്മ തങ്കച്ചൻ, രേണു സുധി എന്നോടും ക്യാഷ് കടം ചോദിച്ചിട്ടുണ്ട്, ഞാന് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ഇന്റർവ്യൂ കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. വൈബർ ഗുഡ് ദേവുവിന്റെ ചാനലിനകത്താണ് ഈ പ്രാവശ്യം ഇന്റർവ്യൂ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇവരുടെ സംസാര രീതി നിങ്ങൾ കേൾക്കണം, എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ട് ഈ ഒരു സ്ത്രീക്കെന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. അത് മാത്രമല്ല, താജ് പത്തനംതിട്ട എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിയെ പറ്റിയിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് അലിഗേഷൻസ് ഇവരുടെ വായിൽ നിന്ന് വീണിട്ടുമുണ്ട്. പിന്നെ വേറെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിനകത്തോട്ട് കയറുന്ന കാര്യത്തിൽ ഡൗട്ടാണ്. ഇപ്പോൾ ഇച്ചിരി ഇഷ്യൂസ് നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാണ്ട് സാധിച്ചത്. അതായത് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് വളരെ ജെന്യുവൻ സോഴ്സിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചത്, ഇവർക്ക് ബിഗ് ബോസിലോട്ട് ഇതുവരെയും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അവരിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ഇവരുടെ കാര്യത്തിൽ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത് കാട്ടിക്കൂട്ടിയ കുറച്ച് തെമ്മാടിത്തരമൊക്കെ ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. കാര്യം ഇവരെ അവർ ഷോയിൽ കയറ്റി കഴിഞ്ഞാൽ അവർക്കും കൂടി ഒരു പണി ആവുമോ ഇല്ലയോ എന്ന് അവർക്കൊരു സംശയമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, സഹായിച്ച ആൾക്കാരെ തന്നെ വന്നിരുന്ന് തെറി പറയുവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിലെ ഷോയ്ക്കകത്ത് ഇവർ കയറി കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് ഇവർ ഏഷ്യാനെറ്റിനെ ചെയ്ത് വിളിക്കും. ആ ഒരു സാഹചര്യത്തിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇത്തിരി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും കയറുമോ ഇല്ലയോ എന്ന്. എന്തായാലും ആദ്യം തന്നെ രേണു സുധിയുടെ ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം. ഇല്ലെങ്കിൽ ഈ ലേഡിയുടെ വോയിസ് മാത്രമാണ് പുറത്തോട്ട് വന്നത്. അതിനുശേഷം 2 ദിവസം ഫേസ് വരുന്നതും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഈവൻ ഒരു സെക്സ് ചാറ്റ് വരെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് അതായത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെയും സുധിയുടെ ഭാര്യയായ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെയും, കൊല്ലം സുധിച്ചേട്ടന്റെയും സുധിയുടെ വൈഫായിരുന്ന രേണു സുധിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വരുത്തിയത് അല്ല വന്നത്? ഓക്കെ, ശരി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊല്ലം സുധിയോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. കൊല്ലം സുധിയുടെ കൂടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടെന്ന്. എന്തുമാത്രം കൾച്ചറുണ്ട് ഈ ഒരു സ്ത്രീക്കെന്ന് ഈ ഒരു വർത്തമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇതിൻ്റെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു, എനിക്കൊരു ചുക്കുമില്ല. കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം തെമ്മാടിത്തരങ്ങൾ വന്ന് പറയുന്ന ഒരു മനുഷ്യരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറേ നാളായിട്ട് മേ ബി എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കാം. ഞാൻ ഒരു രീതിയിലും ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു സംസാരം എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഒരു മനുഷ്യരെ പറ്റി പറഞ്ഞിട്ടുമില്ല. കാര്യം എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിൽ പോലും ഞാൻ ഓവറായിട്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കാറില്ല. ഞാൻ വളരെ മൈൽഡായിട്ട് വന്നേ സംസാരിക്കാറുള്ളൂ. അത് എൻ്റെ ഒരു രീതിയാണത്. ഈ സ്ത്രീ വന്നിരുന്നിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ തോന്നിവാസമാണ് വിളിച്ച് പറയണത്. ഞാൻ കൂടെ കിടന്ന് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഈ സ്റ്റാൻഡേർഡ് വെച്ചൊക്കെ ബിഗ് ബോസിൽ കയറി ചെന്നുണ്ടല്ലോ, ആ സ്പോട്ടിൽ അവരുടെ അടുത്ത് വെളിയിലെറിയും. എന്തോരം തോന്നിവാസമാണ് ഈ സ്ത്രീ വന്നിരുന്ന് പറയണത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റിയ ഒരു വാക്കാണോ ഇത്? എത്രയോ സ്ത്രീകളും കുട്ടികളും കേട്ടോണ്ടിരിക്കും ഈ ഒരു കാര്യമൊക്കെ. ഇവരുടെ പേരിലൊക്കെ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം, പബ്ലിക് ന്യൂസൻസ് എന്നും പറഞ്ഞിട്ട്. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇനിയിപ്പം ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധിയുടെ കൂടെയല്ലേ. ഒന്നാമത്തെ കാര്യം, ഈ ഇത്രയും വൾഗറായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക. സെക്സ് ചാറ്റ് ഉണ്ട്, മറ്റേ ഉണ്ട്, ഇത് എന്തോന്നിട ഇത്? ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും അല്ല. ഇതിനകത്താണോ വന്നിരുന്ന് നീയൊക്കെ ഇതൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യണത്? ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ ആയിക്കോട്ടെ, അതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചൊറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഒരു സാധനം സ്കിപ്പ് ചെയ്യുക. എന്തിനാ അത് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് എല്ലാവരുടെയും മുന്നിൽ ഇത്ര ഒരു ഉളുപ്പമില്ലാതെ ഇങ്ങനെ വിളിച്ച് പറയുന്നത്? എനിക്ക് ബേസിക്കലി എനിക്കത് പറയാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. ഈ അടുത്തെങ്ങും ഇത്രയും നാണം കെട്ട ഒരു വിഷയം നമ്മൾ ആരും കൈ കൊണ്ട് തൊട്ടിട്ടില്ല. പിന്നെ നമുക്കൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. ഈ ഒരു സ്ത്രീ കാണിക്കുന്നതിനകത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണത്. നിങ്ങളെല്ലാവരും ആ ഒരു സെൻസിലേ കാണാവൂ. ഇതൊന്നും കൂടുതൽ തലയ്ക്ക് കയറ്റി വയ്ക്കരുത്. ഒരു തമാശ എന്നുള്ള രീതിയിൽ കണ്ടിട്ട് പോവുക. കഴിവതും ഈ ഒരു വീഡിയോ ഒക്കെ കൊച്ചു പിള്ളേരുടെയൊക്കെ മുന്നിൽ വെച്ച് കാണാതിരിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. എനിക്ക് വിഷയമല്ല. അതായത് ഈ വ്യക്തിയുമായിട്ട് പക്ഷെ ഈ സമയത്താണ്, അതെനിക്കറിയില്ല ഏത് വർഷമാണത്. ഞാൻ അവര് പറയുന്ന ഒരു വർഷം ഞാൻ കേട്ടായിരുന്നു, 2013. ഞാൻ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ. എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി 2013 എന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം സുധിയെ എനിക്ക് അറിയില്ലായിരുന്നു, സുധിച്ചേട്ടനെ. ഞാൻ 2017 ആദ്യമായിട്ട് സുധിച്ചേട്ടനെ കാണുന്നതും പരിചയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ 2013 കണക്ക് പറയുന്നത്? ഒരു സുധിയും ഉണ്ട്, ഒരു ഇവരും ഉണ്ട്. നിങ്ങൾ സുധിയായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഉള്ള കാര്യം ഞാൻ വളരെ തുറന്നു പറയാമല്ലോ. പക്ഷെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യതയുണ്ട്. ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് ചിന്തിച്ച് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിച്ച് തുടങ്ങുന്ന സമയം തൊട്ട് അവൻ്റെ നാശം തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി. അതായത് അഹങ്കാരം തലയ്ക്ക് കയറി ഇരിക്കുവാണ്.
ആ അഹങ്കരിച്ച് നടക്കുന്നതിൻ്റെ ഫലമാണ് ഇനി നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാൻ പോകുന്ന ഓരോ അടികളും നിങ്ങൾ നോക്കിക്കോ. ഇതെല്ലാം നിങ്ങളുടെ വീഴ്ചയുടെ തുടക്കമാണ്. ഇതൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഇതൊന്നും കിട്ടിയിട്ടില്ല, ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയും അഹങ്കാരിയായിട്ടുള്ളൊരു സ്ത്രീയെ എൻ്റെ ജീവിത ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പബ്ലിക്കിൽ വന്നിരുന്ന് തോന്നിവാസങ്ങൾ വിളിച്ച് പറയുക. ഇനി ഇതിപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ട്, ഇനി വീഡിയോ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദി സീനിലൊക്കെ ഇതിനെക്കാട്ടും വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഈ വീഡിയോസും മറ്റും ഒന്നും കാണാത്ത രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പർട്ടിക്കുലർ ഇയറും കാര്യങ്ങളും പറഞ്ഞു, അതും ഫ്രണ്ട്സ് വന്ന് പറഞ്ഞാ? തീർച്ചയായിട്ടും ഞാൻ കാണാറില്ല. എന്റെ അമ്മ സത്യം, സുധിച്ചേട്ടനാണ് സത്യം, ഞാൻ കാണാറില്ല. അതായത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ, അതാണ് ഞാൻ ചോദിക്കാൻ, വൈഫ് ആണെന്ന് പറയുന്ന വ്യക്തി ഈവൻ ഇപ്പോ അത് ക്ലിയർ ചെയ്യാനോ പ്രൂവ് ചെയ്യാനോ ഒന്നും ഇദ്ദേഹം ഇല്ല, ഇദ്ദേഹം ഇല്ല, ഈ ലോകത്തിലേ ഇല്ല. അതെ. അപ്പോ ആ ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ട് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് മോശമായ രീതിയിൽ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചിട്ടുണ്ട് ഭാഗമായിട്ട് ഞാൻ വലിച്ചിട്ട് വന്ന് സംസാരിക്കുന്നത്. ഞാൻ ആ പേര് പോലും അങ്ങ് പറഞ്ഞു. ഈ വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം വീണ എസ് പിള്ളയുടെ ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരത്തി വന്ന് വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പോരാത്തതിന് ആ ഒരു സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരെ വന്നിട്ടുണ്ടായിരുന്നു സുധിയുടെ പേര് പറഞ്ഞപ്പോഴത്തേക്ക്. അതുകൊണ്ട് ഇനി ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് താജ് പത്തനംതിട്ടയെ വിളിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് റെക്കോർഡ് ഞാൻ ഇവിടെ വെക്കുന്നതായിരിക്കും, നിങ്ങളത് കേട്ടാൽ മതി. ഇത് പുള്ളി വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് താജിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് കേൾക്കാം. നേരെ ഈ ഒരു വോയിസ് കേട്ടതിന്റെ ഭാഗമായിട്ട് അതാണ് ഇവർ ഈ പറയുന്ന കോടികളുടെ തുക. നിങ്ങൾ അപ്പോ ഇൻഷുറൻസ് ക്ലെയിം ആരാ ഇത് പറഞ്ഞ? ഇൻഷുറൻസ് താജുദ്ദീനാണോ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് തരുന്നത്? എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് എമൗണ്ട് ഈ പൈസകളൊക്കെ ഇവര് ഇരിക്കുന്ന അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ചാടിത്തുള്ളി അവർ ഇപ്പൊ അടിക്കാൻ പോകുന്ന കണക്കാണ് അവരുടെ ഒരു നിപ്പും പടുതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇങ്ങനെയാണോ ഒരു സ്ത്രീ വന്ന് ഒരു ഇന്റർവ്യൂവിലൊക്കെ ഇരുന്ന് സംസാരിക്കേണ്ട രീതി? നിങ്ങൾ മനസ്സിലായിക്കോ, ഇവർക്ക് ഇത്രയും റീച്ചും കാര്യങ്ങളും ഒന്നും ഇവർ ഡിസേർവ് ചെയ്യുന്നില്ല. ശരിക്കും ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പം ഇത്രയും വ്യൂവർഷിപ്പും കാര്യങ്ങളും എന്തുകൊണ്ട് കിട്ടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നെഗറ്റീവ് പബ്ലിസിറ്റി. പല തവണയും ഞാൻ എൻ്റെ വീഡിയോയിൽ തുടക്കം തൊട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ പണ്ട് തൊട്ട് കാണുന്നവർക്കറിയാം, നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇത്രയും റീച്ച്. ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു മനുഷ്യർക്കും അത് കാണണ്ട. എല്ലാവർക്കും ഇതുപോലെയുള്ള അപരാധങ്ങൾ കണ്ടാൽ മതി. എവിടെ പോകുന്നു? ഇയാൾ ആരാ? എൻ്റെ തന്തയാണോ താജുദ്ദീൻ? ഒന്ന് പറഞ്ഞ രണ്ടിന് ഇവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇയാൾ ആരാ എൻ്റെ തന്തയാണോ എന്ന്. നാളെ നിങ്ങൾ ബിഗ് ബോസിൽ കയറുവാണെങ്കിൽ ലാലേട്ടൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ താൻ ആരാ എൻ്റെ തന്തയാണോ, താൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കാൻ എന്ന് നിങ്ങൾ ചോദിക്കുമോ? എന്തൊരു ലാംഗ്വേജ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞ രണ്ടിന് അതാരാ എൻ്റെ തന്തയാണോ, അതാരാ എൻ്റെ തന്തയാണോ. മറുനാട ഷാദിൻ്റെ വീഡിയോക്കകത്ത് മന്ത്രി എന്തൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ അവസാനം മുക്കിയിട്ടുണ്ടായിരുന്നു, മുക്കിയിട്ട് വീണ്ടും ഇപ്പം പബ്ലിക് ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൂട്ടത്തോടെ കേസിന് പോകുന്നുണ്ട് സകലമാന പേരും. അത് ഈ പ്രത്യേകിച്ച് ഈ താജ് എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ ഇവരുടെ പേര് കേസ് കൊടുക്കാനായിട്ടിരിക്കുവാണ്. അല്ലല്ലോ, താജുദ്ദീൻ തന്തയൊന്നും അല്ല. ഇനി ഒരു കാര്യം, ഇയാളെ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ? പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത്? എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം? താനാണോ എനിക്ക് തന്നത്? ആ വ്യക്തി എവിടെയും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയെന്ന്. ഞാൻ ആ വോയിസ് റെക്കോർഡ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ച കാര്യമാണ്. അങ്ങനെ ഒരു വാക്ക് ആ മനുഷ്യൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കിട്ടുമ്പം ഇതിന് ആരൊക്കെ അവകാശികളുണ്ട് എന്നാണ് പുള്ളി എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ക്ലെയിം കിട്ടിയെന്നൊന്നും പുള്ളി എവിടെയും വായിച്ചിട്ടില്ല, എവിടെയും വന്ന് പറഞ്ഞിട്ടുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ക്ലെയിമിന്റെ ഇത് നടത്തുന്നത് എന്ത് വേദനപ്പെട്ടിട്ടായിരിക്കും ഞങ്ങൾ ആ പൈസ മേടിക്കുന്ന അറിയും? സുധിച്ചേട്ടന്റെ ജീവൻ ബലി കൊടുത്ത പൈസ ആയിരിക്കും അത്, അല്ലേ? അത് എനിക്ക് പൂഴ്ത്തിയെടുത്ത് തിന്നാനുള്ളതല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. സുധിച്ചേട്ടന്റെ അമ്മയ്ക്കൊരു ഭാഗമുണ്ട് നിയമപരമായിട്ട്. സുധിച്ചേട്ടന്റെ മൂത്ത മകൻ കിച്ചുവിനുണ്ട്, ഇളയ കുഞ്ഞിനുണ്ട്. ആ ഇളയ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് മൈനറാണ്. അപ്പൊ ആ കുട്ടിക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതാണ് നമ്മൾ അറിയുന്നത്. കേസ് നടന്നുകൊണ്ട് പിന്നെയുള്ള ഭാഗം സുധിച്ചേട്ടന്റെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എനിക്ക്, അതാണ് കേസ് നടക്കുന്നത്. അപ്പം ഈ ഒരു കേസ് നടക്കുന്നല്ലാതെ അതിനെപ്പറ്റി ഒരു പൈസയും ഞങ്ങൾക്ക് കിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഇയാളെ എനിക്ക് എങ്ങനെ അറിയുന്നെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അയാൾ ഇന്റർവ്യൂസിലെല്ലാം വന്ന് ഇൻഷുറൻസ് തുക നിങ്ങൾക്ക് കംപ്ലീറ്റും നിങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് ന്യായമുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോയ്ക്ക് അത് ത്രൂ ഔട്ട് നിങ്ങൾ പറയുന്നുണ്ട്, ഒറ്റ ഇൻ്റർവ്യൂസും ഞാൻ കാണാറില്ല, ഞാൻ ഒരു ചെറിയ വീഡിയോ പോലും ഞാൻ കാണാറില്ല, എനിക്ക് കാണാൻ സമയമില്ലെന്ന്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരാണ് ഇതെല്ലാം വിളിച്ച് അറിയിപ്പിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. യാതൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വന്ന ആൾക്കാരെ പറ്റി വന്നിരുന്ന് പറയണത്? ഇവർ ശരിക്കും പറഞ്ഞാൽ ഇത് കുത്തിയിരുന്ന് എല്ലാ ഇൻ്റർവ്യൂസും കാണുന്നുണ്ട്. പക്ഷേ പബ്ലിക്കിന് മുന്നിൽ ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
കാര്യം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോയില്ലേ. അറിയുന്നത് ഞാനും സുധിച്ചേട്ടനും ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോയിൽ പൊക്കോണ്ടിരിക്കുക. കുഞ്ഞു കയ്യിലുണ്ട് സുധിച്ചേട്ടൻ്റെ. ഫ്രണ്ടിൽ ഒരു കാറ് പോയപ്പോൾ ബാബുട്ടെ ഇത് പഴയ ഒരു കലാകാരൻ, ഇപ്പം വിളിക്കാൻ മക്കളെ എന്ന് ഇയാളെ വിളിച്ചു. ഇയാൾ വണ്ടി നിർത്താൻ പറഞ്ഞു. എന്നെ പരിചയപ്പെട്ടു, കുഞ്ഞിനെ പരിചയപ്പെട്ടു. എന്നിട്ട് ഇയാൾ പറഞ്ഞ വർത്താനം, അയ്യോ മോളെ നീ സുധിക്ക് നല്ലൊരു ജീവിതം കൊടുത്തില്ല, മിടുക്കിയാ കേട്ടോ, നീ സന്തോഷമായിട്ടിരിക്കും, സുധിയുടെ ലൈഫൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ലൈഫായിരുന്നു, നീ നന്നായിട്ടിരിക്കും, കുഞ്ഞിനെയും കാണിച്ചിട്ട് അയാളുടെ നമ്പർ മേടിച്ചല്ലോ പോയി. ആ സമയത്താണ് ലോക്ക്ഡൌൺ ടൈം വരുന്നതും പ്രശ്നങ്ങളുണ്ടാകും. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്. അന്ന് ഇയാളുടെ അടുത്ത് എന്താ പറയുക, സുധിച്ചേട്ടൻ സംസാരിച്ചാൽ ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് ഞാൻ അയാളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സുധിച്ചേട്ടൻ്റെ മരണമെല്ലാം കഴിഞ്ഞിട്ട് അനുസ്മരണം വന്നു. അന്നാണ് പിന്നെയും പുള്ളിയും കുറേ ആൾക്കാരും വന്ന് എൻ്റെ അമ്മയുടെ അമ്മ കാക്കമ്മയുടെ കുറേ വീഡിയോസ് എല്ലാം എടുത്ത് പുള്ളിയുടെ യൂട്യൂബിലിട്ട് അയാൾ പൈസ മേടിച്ചെന്ന് തോന്നുന്നു. അതുപോലെ എൻ്റെ അടുത്ത് മോളെ കിച്ചുവിൻ്റെ കുറ്റം ഞാൻ പറഞ്ഞു. ഇയാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മോളെ അവൻ ശരിയല്ല കേട്ടോ, അവനെ സൂക്ഷിച്ചോണം, അവൻ പൈസ മേടിക്കും, ഇതാന്നൊക്കെ ഇയാൾ പറഞ്ഞു. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല ആരുടെ മുന്നിൽ. ഓ, നിങ്ങൾ പിന്നെ കിച്ചുവിനെ പറ്റി യാതൊരു വകയും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. എന്നെങ്കിലും ഒരു കാലത്ത് എനിക്കത് പറയാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവരുടെ വായിലും കൊണ്ട് തന്നെ പലവട്ടവും പല സ്ഥലത്തും ചെന്ന് കിച്ചുവിനെ പറ്റി ഇവർ സംസാരിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വലിയ അങ്ങ് പുണ്യാളത്തി ചമയല്ലേ, കേട്ടല്ലേ. ഇനി ഞാൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് താജ് പത്തനംതിട്ടയുടെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞിരിക്കുന്ന ഓരോ അലിഗേഷൻസ് ഞാൻ എടുത്തെടുത്ത് പുള്ളിക്കാരനത്ത് ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് തന്ന മറുപടി ഞാൻ ഇവിടെ കേൾപ്പിക്കാം. ശരിക്കും ഇക്ക എവിടെയെങ്കിലും ഈ ഇൻഷുറൻസ് തുക അവർക്ക് കിട്ടി എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തായിരുന്നു പിന്നെ ഇൻഷുറൻസിനെ പറ്റി ഇക്ക എന്തായിരുന്നു പറഞ്ഞത്? ഇൻഷുറൻസിനെ പറ്റി ചാനൽ അവതാരകൻ എന്നോട് ചോദിച്ചു. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ എന്നോട് ചോദിച്ചു ഇൻഷുറൻസ് തുകയെ പറ്റി, അതെങ്ങനെയാണ്, ആർക്കൊക്കെ കിട്ടും എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഇൻഷുറൻസ് തുക കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ ആളിന്റെ നിയമപരമായിട്ട് ഉള്ള ഭാര്യ, നിയമപരമായി ജീവിച്ചിരിക്കുന്ന ഭാര്യ, ആ ഭാര്യയുടെ കുഞ്ഞ്, സുധിയുടെ മകൻ, പിന്നെ സുധിയുടെ അമ്മ, ചിലപ്പോൾ ഒരു പക്ഷെ സുധിയുടെ ആങ്ങളെയും വരാം. ലീഗൽ അത് സർക്കാരാണ് തീരുമാനിക്കുക. അത് ഗസറ്റ് വിജ്ഞാനം പേരി തഹസീൽദാർക്ക് അപേക്ഷ കൊടുത്ത് ഗസറ്റിൽ പരസ്യപ്പെടുത്തി മറ്റാർക്കെങ്കിലും ആക്ഷേപം ഉന്നയിക്കാനുണ്ടെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാം. കേട്ടല്ലോ, ഇതാണ് ആ പുള്ളിക്കാരൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞത്. അതായത് സുധിയുടെ ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കൊക്കെ അവകാശം അതിലുണ്ട് എന്ന് പുള്ളി വളരെ വ്യക്തമായിട്ട് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയും വലിയൊരു തെറ്റാണോടെ? ഇതിനാണ് ഈ ഒരു സ്ത്രീ വളച്ചൊടിച്ച് ഇൻഷുറൻസ് തുക കിട്ടി എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തത്. അതായത് ഈ വ്യക്തി അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതി വരുത്തി തീർത്തത്. നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും മിണ്ടാതിരുന്നാൽ പോരെ? എന്തിനാണ് വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്? ഉദാഹരണം പറഞ്ഞാല് ഇപ്പം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ ഉണ്ട്, ആരാ? കിച്ചു. അപ്പൊ ആ ഭാര്യയുടെ ബന്ധുക്കളും എല്ലാം അവർക്ക് അവകാശം ഉണ്ടെന്നൊക്കെ ആർക്ക് വേണമെങ്കിലും ആവശ്യപ്പെടാം. നിയമപരമായിട്ട് ആർക്ക് വേണമെങ്കിലും ആവശ്യപ്പെടാം, എനിക്ക് അതിന്റെ അതിന്റെ അവകാശം ഉണ്ടെന്ന്. അത് വന്നാണ് ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇൻഷുറൻസ് തുക കിട്ടിയിട്ട് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല, കിട്ടിയതായി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ 2, സുധി മരിച്ചതിന് ശേഷം സുധിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതായിട്ട് പറയുന്നുണ്ട്. ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിലും നോമിനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കേട്ടല്ലോ, സുധി മരിച്ചു കഴിഞ്ഞ ശേഷവും ഒരുപാട് ആൾക്കാർ സുധിയുടെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചിട്ടുണ്ട്. കാര്യം ഇവരുടെ സിറ്റുവേഷനെ കണ്ടിട്ട് ഇവരുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്ക് വാടക അടക്കാൻ പൈസ ഇല്ല, ഞങ്ങളുടെ ചിലവിന് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു പഴയ കുറേ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇവരുടെ ദയനീയ അവസ്ഥ കണ്ട് ഒരുപാട് ആൾക്കാർ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് അവരത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്ന കുറച്ച് കാശ് എടുത്തിട്ട് ഈ പറഞ്ഞ മൂത്ത പയ്യനായിട്ടുള്ള കിച്ചുവിന് ബൈക്ക് മേടിച്ചു കൊടുത്തു എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് താജ് പത്തനംതിട്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അവര് തന്നെ പറയുന്നുണ്ട് ബൈക്ക് എടുക്കാൻ ഞാൻ പൈസ എടുത്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ കൊടുത്തത് എങ്ങനെയാണെന്നാണെന്ന് അല്ല, ആ പൈസ വിഡ്രോ ചെയ്ത ബാങ്കിലെ മാനേജർ സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. അല്ല, ആ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുധി മരിച്ച സമയത്ത് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ കണ്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തല്ല, എന്നോടും പൈസ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പൈസ കൊടുത്തിട്ടില്ല. ഓക്കെ, എന്നോട് ഈ രേഷ്മ തങ്കച്ചൻ, രേണു സുധി എന്നോടും ക്യാഷ് കടം ചോദിച്ചിട്ടുണ്ട്.
ഞാന് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ഇക്ക എന്തോ കള്ളത്തരം കാണിച്ചിട്ടെങ്ങാണ്ടാണ് ആ ജോലിക്ക് കയറിയത്. ആ ഇന്റർവ്യൂവിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇവർ പറയുന്ന കാര്യമാണ്, താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തി സർക്കാർ ജോലിയിൽ കയറിയത് എന്തോ കള്ളത്തരം കാണിച്ചിട്ടാണെന്ന്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. വേണമെങ്കിൽ രേണുവിൻ്റെ പേരിൽ ഈ വ്യക്തിക്ക് കേസ് കൊടുക്കാം. എന്തായാലും കൊടുക്കുന്നത് തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഈ ഒരു വോയിസിനകത്ത് അത് പറയുന്നുണ്ട്. എത്രത്തോളം തോന്നിവാസമാണ് ഇവർ വന്നിട്ട് സംസാരിക്കുന്നത്. അതായത് ഇവരിത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇവർ പറയുന്നത് അത് എൻ്റെ വേറെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്, എനിക്കതിന് ഉറപ്പൊന്നുമില്ലെന്ന്. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയണത്? നിങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഓരോ അലിഗേഷനും ഇവിടെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. തെളിവ് വെച്ചിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. കാര്യം തെളിവ് വയ്ക്കാതെ ഞങ്ങളൊക്കെ വന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരിൽ കേസാവും. അതുകൊണ്ട് നല്ല ബോധമുണ്ട് നമുക്ക്. ഇക്ക ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ ജോലിക്ക് കയറി എന്തോ കള്ളത്തരം അവരെ പറ്റിച്ചിട്ടാ കയറിയത്. അത് തെളിയിക്കേണ്ടത് പറഞ്ഞ ആളിന്റെ ചുമതലയാണ്. ആര് പറഞ്ഞു എന്നുള്ളത് വ്യക്തമാക്കണം. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തില് ഒരാൾ പറയുന്നത് കേട്ട് പ്രതികരിക്കാൻ ഞാനില്ല. അത് പുള്ളിക്കാരത്തി പറയുന്നത്, പുള്ളിക്കാരത്തിയുടെ അടുത്ത് പറഞ്ഞത് ഒരു കൂട്ടുകാരനാണ്, ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. ഏത് ഫ്രണ്ടാണെന്ന് രേഷ്മ തങ്കച്ചൻ വെളിപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ ആ ഫ്രണ്ട്, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ സർവീസിൽ കയറിയത് 1996 മുതൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് 96 ഞാൻ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് നെടുമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജോയിൻ ചെയ്തത്. നിങ്ങളൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്തോന്നറിയാം? നിങ്ങൾ ഇവരെ പോയി സഹായിച്ചത്. ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരുപാട് പേര് ഇന്ന് അതിനെ ദുഃഖിക്കുന്നുണ്ട്. മറുനാടനായാലും നമ്മുടെ ഫിറോസിക്ക ആയാലും ഇവരെല്ലാവരും അതിന് വിഷമിക്കുന്നുണ്ട്. കാര്യം ഇവരുടെ സാഹചര്യങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. അതായത് ഈ രേണുവിൻ്റെ അല്ല, പ്രത്യേകിച്ച് ആ കുട്ടികളുടെ സാഹചര്യം കണ്ടിട്ട് അങ്ങനെ ചെയ്തു കൊടുത്ത കുറേ സഹായങ്ങളാണ്. എന്നിട്ട് ഇപ്പോൾ ഇവർ ഈ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടില്ലേ? ഒരു ഇൻ്റർവ്യൂസിനൊക്കെ 5000 രൂപ, 6000 രൂപ, 7000 രൂപയൊക്കെ വെച്ച് മേടിക്കുന്നുണ്ട്. പിന്നെ ഓരോ ഷോർട്ട് ഫിലിമിൻ്റെ വർക്കിനൊക്കെ 10,000-15,000 രൂപ കിട്ടുന്നുണ്ട്. ഒരു മാസത്തിൽ എത്ര ഇൻ്റർവ്യൂസ് വരും, എത്ര ഷോർട്ട് ഫിലിംസ് ഉണ്ട് എന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഈ കിട്ടുന്ന കാശൊക്കെ ഇവർ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഒരു ചോദ്യമല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഒന്നുമില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കല്ലേ. അതായത് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സാധനം മാർക്കറ്റ് ചെയ്ത് കാശുണ്ടാക്കാനുള്ളതല്ല. ഒരുപാട് പേര് ഇപ്പോഴും കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരാരും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി രണ്ടാമത് ഈ താജ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഈ പുള്ളിക്കാരന് ഓട്ടിസം ബാധിച്ചൊരു മകനുണ്ട്. ഈ പുള്ളിക്ക് വേണമെങ്കിൽ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. ഈ പുള്ളി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെയ്യത്തില്ല. ചിലവർ അങ്ങനെ ചെയ്യത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം പക്ഷേ രേണുവിനെ സംബന്ധിച്ച് എന്താണ്, മരിച്ച ഒരാളെ എത്രത്തോളം സെല്ല് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം സെല്ല് ചെയ്യുക, ദാരിദ്ര്യം എത്രത്തോളം സെല്ല് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം സെല്ല് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്കച്ചൻ്റെ കാര്യം പറയണ്ട, ഒരു കഥയില്ല. വിവരാവകാശം വെച്ചാൽ എന്റെ സർവീസ് ബുക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിനുശേഷം 2007 ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലെ അയിരൂര് ഗ്രാമപഞ്ചായത്തിലെ LD ക്ലർക്കായി ജോലി ചെയ്യുന്നത്. LD ക്ലർക്കായി ജോലി കിട്ടിക്കഴിഞ്ഞ് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്, PSC വെരിഫിക്കേഷൻ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളുണ്ട്, അതുപോലെ പഞ്ചായത്ത് ടെസ്റ്റ്, മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ ടെസ്റ്റ്, ഈ ടെസ്റ്റൊക്കെ പാസ്സായിട്ട് 3 പ്രൊമോഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ജോലി കയറിയെങ്കിൽ തീർച്ചയായിട്ടും അത് സർക്കാർ അന്വേഷിച്ച് എനിക്കെതിരെ നടപടി സ്വീകരിക്കണം. ശരിയല്ലേ? തീർച്ചയായിട്ടും. അതിന്റെ ഏത് അന്വേഷണം നേരിടാനും ഏത് അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ ഏത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ ഇതിനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യും. അല്ല, അത് കേസ് ഫയൽ ചെയ്യുക തന്നെ വേണം. കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരത്തിൽ ജോലി കയറുമെന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് അലിഗേഷൻ ആണ്. ഞാൻ അയച്ചുതരാം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലിക്ക് കയറുമ്പോൾ അതിന് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പം വ്യാജമായിട്ടാണ് കയറിയിരിക്കുന്നതെങ്കിൽ അത് എന്തുമാത്രം കുറ്റകരമാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ. അപ്പം ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ രേണുവിൻ്റെ പേരിലാണ് ഇവിടെ കേസ് കൊടുക്കേണ്ടത്. കാര്യം വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വന്നാണ് രേണു പലപ്പോഴും വന്നിരുന്ന് വിളിച്ച് പറയണത്. പ്രത്യേകിച്ച് കൊച്ചിനെ പറ്റി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അറിയാമല്ലോ, ഋതപ്പനെ പറ്റി. നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കാനൊക്കെ അതിൻ്റെ പേരിൽ ചൈൽഡ് ലൈനിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്തരം തോന്നിവാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ അബദ്ധത്തിലോട്ടായിരിക്കും പോയി ചാടുന്നത്. മറ്റേ എന്റെ തന്തയാണോ താജുദ്ദീൻ? അപ്പൊ സുരേഷ് ഗോപി പറയുന്ന പോലെ നിന്റെ തന്തയാണോ എന്നൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം എനിക്ക് എന്തായാലും എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1976 ആ 76 ഓഗസ്റ്റ് 3 ഞാൻ ജനിച്ചത്. അപ്പൊ എന്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. രേണുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയട്ടെ. അപ്പം എനിക്ക് ഏതായാലും അങ്ങനെ അത്രയും പ്രായത്തിലുള്ള ഒരു മകൾ ജനിക്കാനുള്ള സാധ്യതയില്ല. എനിക്ക് മറ്റൊരാളുടെ തന്തയുടെ അവകാശം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. എനിക്ക് 3 മക്കളുണ്ട്. എന്റെ മൂത്ത മോൾക്ക് 23 വയസ്സ് തുടങ്ങി.
അപ്പോൾ ഇതാണ് താജ് പത്തനംതിട്ടയുടെ മറുപടി. ഈ ഒരു വോയിസ് ഞാൻ പുറത്തു വിട്ടത് പുള്ളിയുടെ കംപ്ലീറ്റ് അനുവാദത്തോടെ കൂടിയിട്ട് മാത്രമാണ്, അല്ലാതെ പുള്ളിയുടെ അനുവാദമില്ലാതെയല്ല ഞാൻ ഈ ഒരു വോയിസ് പുറത്തു വിട്ടേക്കുന്നത്. അതും കൂടി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. എന്തായാലും രേണുസുധിയുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ബിഗ് ബോസിലോട്ടൊക്കെ കയറാനിരിക്കുമല്ലേ, എന്തായാലും കിട്ടുന്ന കാര്യം ഡൗട്ടാണ്, 50-50 ചാൻസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അഥവാ ഇനി കയറി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന കുറച്ച് എണ്ണം ഉണ്ടല്ലോ, അവരെല്ലാം അങ്ങ് തിരിഞ്ഞോളും. കാര്യം നിങ്ങളുടെ റിയൽ ഫേസ് എന്താണ് എന്ന് ജനങ്ങൾ അത് മനസ്സിലാക്കും. അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ കയറുമോ ഇല്ലയോ എന്ന്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.